1000 കിലോമീറ്റർ ദൂരമുള്ള വെല്ലുവിളി നിറഞ്ഞ പ്രാവ് പറത്തൽ മത്സരത്തിൽ തിരൂരിൻ്റെ ചിറകുകൾ വിജയം കീഴടക്കി. മുംബൈയിൽ നിന്ന് പറന്നുയർന്ന പ്രാവുകൾ റെക്കോർഡ് സമയത്തിൽ ലക്ഷ്യത്തിലെത്തി ചരിത്ര നേട്ടം സ്വന്തമാക്കി. മലബാർ റേസിയൻ പീജിയൻ ക്ലബ്ബ് സംഘടിപ്പിച്ച 1000 കിലോമീറ്റർ പ്രാവ് പറത്തൽ മത്സരത്തിൽ തിരൂർ നടുവിലങ്ങാടി സ്വദേശി ഷാനവാസിന് പ്രാവുകൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കി. വെല്ലുവിളികൾ നിറഞ്ഞ ആകാശപാതയിലൂടെ പറന്ന നവാസിന്റെ പ്രാവുകൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സമയക്രമത്തിലാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. Thank you. തിരൂർ നടുവിലങ്ങാടിയിലെ പ്രിയ ഗാർഡൻ നഴ്സറിയിലെ മുഹമ്മദ് അലി ഉമ്മയ്യക്കുട്ടി ദമ്പതികളുടെ മകനായ ഷാനവാസിനും കുടുംബത്തിനും ഇത് ഇരട്ടി മധുരമുള്ള വിജയമാണ്. തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ക്ലബ്ബുകൾ സംയുക്തമായി നടത്തിയ ഈ മത്സരത്തിൽ 19ഓളം പ്രാവ് വളർത്തൽ പ്രേമികളാണ് പങ്കെടുത്തത്. മുംബൈയിലെ കുഡൂസ് എന്ന സ്ഥലത്തു നിന്നാണ് മത്സരത്തിനായി പ്രാവുകളെ തുറന്നുവിട്ടത്. ഫെബ്രുവരി 19 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് മുംബൈയിൽ നിന്നും പറന്നുയർന്ന പ്രാവുകൾ രണ്ടാം ദിനമായ ഫെബ്രുവരി 20 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11:58 തന്നെ തിരൂരിലെ ഷാനവാസിന്റെ വീട്ടിൽ തിരിച്ചെത്തി. എൻ്റെ പേര് ഷാനവാസ്, സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂര് നടുവിലങ്ങാടി. പിന്നെ റേസിംഗ് ഹോമർ എന്ന് പറഞ്ഞ പ്രാവ്, അതായത് ജീവിതത്തിൽ 2018 ഇതിനെ വളർത്തി തുടങ്ങിയത്. പിന്നെ അതായത് റേസിനായിട്ട് ഉപയോഗിക്കുന്ന പ്രാവാണ് റേസിംഗ് ഹോമർ. അപ്പോൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് വളർത്തി തുടങ്ങിയത്. പിന്നെ അത് 2022 മുതലാണ് ഒരു ക്ലബ്ബ് MRPC എന്ന് പറയുന്ന മലബാർ റേസിംഗ് പിജൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ ജോയിൻ ചെയ്ത്. അതായത് 2021 നവംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ 2022 ജനുവരിയിൽ റേസിൽ പങ്കെടുത്തു. അന്നൊരു 400 കിലോമീറ്ററിൽ എനിക്ക് ഒരു 6ാം സ്ഥാനം വന്നു. അത് കഴിഞ്ഞ് അതോടുകൂടി ഞാൻ ആ വർഷത്തെ കഴിഞ്ഞ് പിന്നെ പുതിയ ആളല്ല ആ നിലക്ക്. അത് കഴിഞ്ഞ് 2023 മത്സരിച്ചു. അതിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത പോയിൻ്റ്, ഒരു 113 പോയിൻ്റ് കണ്ട കിട്ടി. 2ാം സ്ഥാനമായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് 2024 ഇതിന് ഓരോ ട്രാക്ക് ഉണ്ടാവും. ശരിക്കും നമ്മൾ ഈ പ്രാവിനെ പറത്താനായിട്ട് ഓരോ ട്രാക്ക് ഉണ്ടാവും. അന്ന് കോയമ്പത്തൂർ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ട്രാക്കാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൽ അവിടെ ഫ്ലോപ്പായി. കാരണം വെച്ചാൽ നമ്മളെ എല്ലാ റേസുകളും അതിൽ ലോസ് വന്നു, ബേഡുകൾ ലോസായി, തിരിച്ചു വരാണ്ടായി. അങ്ങനെ ആ ട്രാക്ക് ബേഡുകൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും നമ്മൾ 2025 പിന്നെ ഈ മുംബൈ ട്രാക്ക്, ഇപ്പോൾ നമ്മൾ പറത്തിക്കൊണ്ടിരിക്കുന്ന ആ ട്രാക്കിൽ ബേഡുകളെ പറത്താൻ 2025 സാധിച്ചു. അതിൽ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ 550 കിലോമീറ്റർ വരെ, അതായത് റേസ് തുടങ്ങുന്നത് ശരിക്ക് 200 കിലോമീറ്ററിലാണ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200, 300, 400, 550, 750, 1000 ഫൈനൽ റേസാണ്. അപ്പോൾ 2025 550 കിലോമീറ്റർ വരെ മത്സരിച്ചുള്ളൂ. കാരണം അന്ന് 15 പ്രാവിനെ ടാഗ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലിലൊരു സ്റ്റിക്കർ പതിച്ചിട്ടാണ് ഇവരെ നമ്മൾ വിടുന്നത്. നമ്മളെ ഒരു ടാഗ് ഷീറ്റ് ഉണ്ടാവും, ഒരു പേപ്പർ. ആ പേപ്പറിൽ നമ്മളെ ആ ബേഡിൻ്റെ ഓണറുടെ പേര്, അയാളുടെ ഡീറ്റെയിൽസ്, ബേഡിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കളർ എന്താണ്, പിന്നെ റിംഗ് നമ്പർ, മെയിലാണോ ഫീമെയിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആ ടാഗ് ഷീറ്റിൽ. അപ്പോൾ ആ ടാഗ് ഷീറ്റ് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ ബേഡിനെ 2025 പറത്തി 15 ബേഡിനെ ടാഗ് ചെയ്ത് വിട്ടു. അതിൽ അന്നത്തെ പിന്നെ അത് ട്രെയിനർമാരായിട്ടുള്ള ആളുകളെടുത്ത് ചെറിയൊരു ഫോൾട്ട് പറ്റി. അതിൽ നമുക്ക് 4 ബേഡ് മാത്രമേ അതിൽ റിട്ടേൺ വന്നുള്ളൂ. അതിൽ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ആകെ ഒരു എന്താ പറയുക, ഒരു മടുപ്പ് തോന്നി. 15 എണ്ണം വിട്ടിട്ട് ആകെ 4 ബേഡ് മാത്രമേ വന്നുള്ളൂ. കാരണം നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു അന്നത്തെ റേസിൽ 2025. അത് കഴിഞ്ഞ് മാഷാ അല്ലാഹ് 2026 നല്ലൊരു തുടക്കമായിരുന്നു. എല്ലാ പഴുതുകളും അടച്ചിട്ട് നല്ല രീതിയിൽ 200 കിലോമീറ്ററിൽ ഫസ്റ്റ് കിട്ടി. അത് കാസർഗോഡായിരുന്നു, നമ്മൾ ലിബറേറ്റ് ചെയ്ത് ബേഡുകളെ തുറന്നു വിട്ടിട്ടുള്ള കാസർഗോഡായിരുന്നു 200 കിലോമീറ്റർ. 300 കിലോമീറ്ററിൽ കർണാടക, 300 കിലോമീറ്ററിൽ കർണാടകയിലായിരുന്നു. അതിൽ 2ാം സ്ഥാനം കിട്ടി. 1ാം സ്ഥാനം താനാളൂരുള്ള ഒരു സാൽവോ ലോഫ്റ്റ് എന്ന് പറയും, റഫീഖ്, അവർക്കാണ് 1ാം സ്ഥാനം കിട്ടിയത്.
400 വീണ്ടും ഫസ്റ്റ് കിട്ടി. 400 വന്നിട്ട് കർണാടക ഗോവ ബോർഡറായിട്ട് വന്നിരുന്നത്. 400 ഫസ്റ്റ് കിട്ടി. 550 വീണ്ടും ഒന്നും കൂടെ ബാക്കോട്ട് പോയി. അതായത് 10ാം സ്ഥാനം 11ാം സ്ഥാനം കിട്ടി 550 കിലോമീറ്റർ. പിന്നെ അത് കഴിഞ്ഞ് 750 കിലോമീറ്റർ വന്ന് മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ വന്ന് 750 കിലോമീറ്ററിൽ അതിൽ 10 ബേർഡിനെ ടാഗ് ചെയ്തു. അതിൽ 8 പേര് വന്നു, 8 പേര് തിരിച്ചു വന്നു. അതിൽ അത്യാവശ്യം പോയിന്റ് കിട്ടി. അതിൽ 4ാം സ്ഥാനം, 5ാം സ്ഥാനം, 6ാം സ്ഥാനം, 7ാം സ്ഥാനം, 8ാം സ്ഥാനം, 5 സ്ഥാനം ഒരുമിച്ച് കിട്ടി. അത് കഴിഞ്ഞ് മാഷാ അല്ലാഹ് നമുക്ക് 1000, അതായത് 1000 കിലോമീറ്റർ ആയിരുന്നു. അതായത് 1000 കിലോമീറ്റർ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. 2026 ഈ വർഷത്തെ റേസിൽ ആദ്യമായിട്ടാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ത്രില്ലായിപ്പോയി. കാരണം വെച്ചാൽ ബേർഡ് നമ്മൾ 9 ബേർഡിനെ ടാഗ് ചെയ്തത്. 9 ബേർഡിൽ 2 പേരാണ് വന്നത്. അതായത് നമ്മൾ 17ാം തീയതി ഉച്ചക്കാണ് ഇവരെ കൊണ്ടുപോയത്. പ്രാവുകളെ കൊണ്ടുപോയി മുംബൈയിൽ കുഡൂസ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് കറക്റ്റ് നമുക്ക് 1000+ വരുന്നത് കിലോമീറ്റർ. ഈ കിലോമീറ്ററുകളെല്ലാം എയർ ഡിസ്റ്റൻസ് ആണ്, മുകളിൽ കൂടെയുള്ള കിലോമീറ്റർ നോക്കുക. അങ്ങനെ അവിടെ ഇവർ കൊണ്ടു ചെന്ന് പിന്നെ അവർ റെസ്റ്റൊക്കെ എടുത്ത് ഓരോ 6 മണിക്കൂർ കൂടുമ്പോൾ ഇവർക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കും. അങ്ങനെ ആ പ്രാവുകളെ റെസ്റ്റെല്ലാം കൊടുത്ത് വളരെ സമാധാനത്തിൽ 8 മണിക്ക് പിന്നെ ഇതിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഫോണിൽ ഇതിലൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിൽ അങ്ങനെ ചെയ്യണം. അത് ചെയ്തിട്ട് പിന്നെ ബേർഡ് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ കാലിലുള്ള സ്റ്റിക്കർ ഊരിയെടുത്തിട്ട് ഒരു പ്രതലത്തിൽ ഒട്ടിച്ച് അത് സ്ക്രാച്ച് ചെയ്തിട്ട് ഈ ആപ്പിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് അതിൽ ഫോട്ടോ എടുക്കണം. അപ്പോഴാണ് ഇതിൽ ആപ്പിൽ അപ്ലോഡ് ആകുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയുള്ള കാറ്റഗറി ഇതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ത്രില്ലായി. കാരണം നമ്മൾ 17ാം തീയതി ബേർഡുകളെ കൊണ്ടുപോയി 19ാം തീയതി അവിടെ എത്തി. 8 മണിക്ക് അവിടുന്ന് ലിബറേറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് ബേർഡ് വന്നിട്ട് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ 9ഓളം ക്ലബ്ബുകളുണ്ട്. കേരളത്തിൽ ഈ റേസിംഗ് ഹോമറിൻ്റെ മാത്രം ക്ലബ്ബുകൾ 9ഓളം ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അതിൽ മറ്റുള്ള ക്ലബ്ബുകൾക്കൊക്കെ ബേർഡുകൾ വന്നിട്ടുണ്ട്. സെക്കൻഡ് ബേർഡ് വന്നിട്ടുണ്ട് 1000 കിലോമീറ്ററിൽ. ഇപ്പോൾ ഇന്ന് തുറന്നു വിട്ടാൽ നാളെ എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വൈകിട്ടാണ് എത്തിയത്. നമ്മളിത് എന്താ വെച്ചാൽ കുറച്ചും കൂടെ നേരത്തെ വന്നതെന്നുള്ളതാണ് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ 11:58 ബേർഡ് റീച്ച് ആയത്. ഫസ്റ്റ് ബേർഡ് 2 ബേർഡാണ് എനിക്ക് വന്നിട്ടുള്ളത്. 11:58 വന്നു. അത് കേരളത്തിൽ തന്നെ റെക്കോർഡായി മാറി. കാരണം ഞാൻ ജസ്റ്റ് പള്ളിയിലേക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ജുമാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ഞാൻ ഒന്നും കൂടി കയറി നോക്കാമെന്നുള്ള ലെവലിലൊന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ ഞാൻ ഒക്കെ ലോഫ്റ്റെല്ലാം പൂട്ടി ഇറങ്ങിയതായിരുന്നു. വീണ്ടും ചാവി എടുത്ത് തിരിച്ചോടി ഞാനത് തുറന്നു ആ പ്രാവിനെ പിടിച്ച് അതിന് സ്റ്റിക്കർ ഊരി പതിച്ച് സ്ക്രാച്ച് ചെയ്ത് ഫോട്ടോ എടുത്തു. മാഷാ അല്ലാഹ് അത് റെക്കോർഡായി മാറി. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കരഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. കാരണം അത്രക്കും നമ്മൾ എന്താ പറയുക, അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത്. ഫുഡാണെങ്കിലും അതിൻ്റെ സപ്ലിമെൻ്റ് ആണെങ്കിലും ഇവരെ പരിചരണം എന്ന് പറഞ്ഞാൽ പട്ടാളച്ചിട്ട പോലെ കാലത്ത് ട്രെയിനിങ്ങിന് വിടണം, കാലത്ത് പറത്താൻ വിടണം, അതേപോലെ തന്നെ വൈകിട്ടും വിടണം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുക്കണം. അതിലിടയ്ക്ക് നമ്മൾ സപ്ലിമെൻറ്റ്, ഫുഡിലായിട്ടും വെള്ളത്തിലായിട്ടും സപ്ലിമെൻറ്റ് കൊടുക്കണം, ആഡ് ചെയ്യണം. അങ്ങനെ എന്താ പറയുക, വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ഇതായിരുന്നു ഈ വർഷം. മാഷാ അല്ലാഹ് അത് അതിനുള്ള റിസൾട്ടാണ് പടച്ചോൻ തന്നത്. ഉഷാറായി. വളരെയധികം സന്തോഷമുണ്ട് അതിൽ. പിന്നെ എന്താ പറയുക, നമ്മളെ ക്ലബ്ബിൽ നമ്മളെ കൂടെ നിന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ നമ്മളെ കേരളത്തിൽ ഉള്ള എല്ലാ നമ്മളെ ഇഷ്ടപ്പെടുന്ന റേസിംഗ് ഹോമർ ഇഷ്ടപ്പെടുന്ന ആളുകളും മറ്റുള്ള ക്ലബ്ബിലുള്ള മെമ്പർമാർ, നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്നൊക്കെ നമുക്ക് ഓരോ അറിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഈ ലെവലിൽ വരെ എത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ് അത് വളരെയധികം സന്തോഷം. കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വേഗതയേറിയ സെക്കൻഡ് ഡേ റെക്കോർഡുകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. പ്രാവുകളുടെ കാലിൽ ഘടിപ്പിച്ച പ്രത്യേക ടാഗുകൾ സ്കാൻ ചെയ്ത് മൊബൈൽ ആപ്പ് വഴിയാണ് സമയം കൃത്യമായി രേഖപ്പെടുത്തിയത്. 2018 മുതൽ പ്രാവുകളെ പരിശീലിപ്പിക്കുന്നതിൽ സജീവമായ ഷാനവാസ് തന്റെ കഠിന പരിശ്രമത്തിനുള്ള അംഗീകാരമായാണ് ഈ വിജയത്തെ കാണുന്നത്. ഭാര്യ സുഹറയും മക്കളായ മുഹമ്മദ് ഷയാൻ, മുഹമ്മദ് ഷഹീൻ, മുഹമ്മദ് ഷദീൻ എന്നിവരും ഷാനവാസിന്റെ ഈ വിനോദത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. താനാളൂർ, മങ്കട എന്നിവിടങ്ങളിലെ പ്രാവുകളാണ് മത്സരത്തിൽ 3-4 സ്ഥാനം നേടിയത്. വെട്ടം ന്യൂസ്, തിരൂർ.